ഹായ് ഓൾ, നെക്സ്റ്റ് എക്സാം 2 നടക്കാൻ വേണ്ടി പോകുന്ന നവംബർ 2-ാം തീയതി ആണുള്ള കാര്യം മക്കൾ അറിഞ്ഞു കാണും. നെക്സ്റ്റ് എക്സാം എന്ന് പറയുന്നത് സൈലം സ്കൂളുകളിൽ 100% സ്കോളർഷിപ്പോട് കൂടെ തന്നെ +1 +2 തന്നെ എൻട്രൻസ് എക്സാം പഠനം സാധ്യമാക്കാൻ പറ്റിയൊരു എക്സാം ആണ്. അപ്പോൾ ഈ എക്സാം എന്ത് ചെയ്യരുത്, ഒരാൾ പോലും മിസ്സാക്കരുത്. അപ്പോൾ നമുക്ക് അറിയേണ്ടത് നെക്സ്റ്റ് എക്സാമിന്റെ സെന്റേഴ്സ് ആണ്. കേരളത്തിൽ എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് സെന്റേഴ്സ് ആയിട്ട് ഉണ്ടായിരിക്കുക, നമുക്ക് എന്ത് ചെയ്യാം പരിശോധിക്കാം. അപ്പോൾ നമുക്ക് ആലപ്പുഴ ജില്ലയിൽ നിന്ന് ആരംഭിക്കാം. ആലപ്പുഴയിൽ വരുന്നത് ആലപ്പുഴ ഹൈബ്രിഡ് സെന്റർ, YMCA ജംഗ്ഷൻ, അമൃത വിദ്യാലയം ആലപ്പുഴ. ഈ 2 സെന്റേഴ്സ് ആണ് നെക്സ്റ്റ് എക്സാമിന് ഉണ്ടായിരിക്കുക. എറണാകുളത്തിലേക്ക് വരുന്ന സമയത്ത് അമൃത വിദ്യാലയം കൊച്ചി, അമൃത വിദ്യാലയം പെരുമ്പാവൂർ, ഇസ്ലാമിക് ഹയർ സെക്കൻഡറി സ്കൂൾ ആലുവ, മാർ ഗ്രിഗോറിയസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നോർത്ത് പരവൂർ, മാർ തോമ പബ്ലിക് സ്കൂൾ കാക്കനാട്, നജ്ജത്ത് പബ്ലിക് സ്കൂൾ എറണാകുളം, നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ മൂവാറ്റുപുഴ, സരസ്വതി വിദ്യാനികേതൻ പബ്ലിക് സ്കൂൾ, ശ്രീ ശാരദ വിദ്യാലയ മാട്ടൂർ കാലടി, സെന്റ് ജോൺസ് വിസിറ്റേഷൻ പബ്ലിക് സ്കൂൾ ആലുവ ആൻഡ് സൈലം സെന്റർ കച്ചേരിപ്പടി. ഇത്രയൊക്കെയാണ് എറണാകുളത്തെ സെന്റേഴ്സ്. ഇടുക്കി ജില്ലയിൽ ഓക്സിലിയം സ്കൂൾ കട്ടപ്പന, കണ്ണൂർ ജില്ലയിലാണെങ്കിൽ അമൃത വിദ്യാലയം കണ്ണൂർ, സൈലം ഹൈബ്രിഡ് ക്യാമ്പസ് കണ്ണൂർ, സൈലം ലേണിംഗ് തലശ്ശേരി സെന്റർ ആണ്. ഇത്രയുമാണ് സെന്റേഴ്സ് വരുന്നത്. കാസർഗോഡ് ജില്ലയിൽ ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂൾ കാഞ്ഞങ്ങാടാണ് സെന്റർ. കൊല്ലത്താണെങ്കിൽ അമൃത വിദ്യാലയം പുതിയകാവ്, MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ കൊട്ടാരക്കര, TKM സെന്റിനറി പബ്ലിക് സ്കൂൾ കരിക്കോട് കൊല്ലം. കോട്ടയത്താണെങ്കിൽ ഗിരിദീപം ബെത്തനി സെൻട്രൽ സ്കൂൾ. ഇനി കോഴിക്കോടേക്ക് വരുമ്പം സദ്ഭവന വേൾഡ് സ്കൂൾ വെള്ളിപ്പറമ്പ, സൈലം ലേണിംഗ് നാദാപുരം സെന്റർ, സൈലം ലേണിംഗ് പേരാമ്പ്ര സെന്റർ പേരാമ്പ്ര, ഹിൽവ്യൂ ഇന്റർനാഷണൽ സ്കൂൾ താമരശ്ശേരി, പ്രസ്റ്റീജ് പബ്ലിക് സ്കൂൾ മാങ്കാവ്, ശ്രീ ഗോകുലം പബ്ലിക് സ്കൂൾ നിയർ വളയനാട് ടെമ്പിൾ, ദ വൈറ്റ് സ്കൂൾ ഹൈലൈറ്റ് നോളേജ് വില്ലേജ് പെരുമണ്ണ ആൻഡ് ശ്രീനാരായണ HSS വടകര. ഇതൊക്കെയാണ് കോഴിക്കോട് സെന്റേഴ്സ് വരുന്നത്. മലപ്പുറം ജില്ലയിലേക്ക് വരുമ്പം എയർപോർട്ട് സ്കൂൾ കാലിക്കറ്റ് കരിപ്പൂർ, എയ്സ് പബ്ലിക് സ്കൂൾ മഞ്ചേരി, അതുപോലെ തന്നെ മലപ്പുറം സൈലം സെന്റർ പെരിന്തൽമണ്ണയിലുള്ള സൈലം സെന്റർ നെക്സ്റ്റ് എക്സാം സെന്റർ ആണ്. ഫേസ് മാർക്കേഴ്സ് ഇന്റർനാഷണൽ സ്കൂൾ, സൈലം ട്യൂഷൻ സെന്റർ കോട്ടക്കൽ. ഇതൊക്കെയാണ് മലപ്പുറം സെന്റേഴ്സ്. പാലക്കാട് ആണെങ്കിൽ അമൃത വിദ്യാലയം ഒറ്റപ്പാലം, ASMM HSS ആലത്തൂർ, CGM ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ പട്ടാമ്പി, ദാരൻജത്ത് എഡ്യൂക്കേഷൻ കോംപ്ലക്സ് മണ്ണാർക്കാട്, വ്യാസ വിദ്യാപീഠം പിരിയാരി, സൈലം ലേണിംഗ് ട്യൂഷൻ സെന്റർ പാലക്കാട്. ഇത്രയാണ് പാലക്കാട് സെന്റേഴ്സ്. പത്തനംതിട്ടയാണെങ്കിൽ SCS ഹൈസ്കൂൾ തിരുവല്ല. തൃശ്ശൂരിലാണെങ്കിൽ അമൃത വിദ്യാലയം തൃശ്ശൂർ, ഗുഡ് ഷെപ്പേർഡ് CMI സ്കൂൾ കുന്നംകുളം, ഹോളി ഗ്രേസ് അക്കാദമി മാള, IAS പബ്ലിക് സ്കൂൾ ചിറ്റിലപ്പള്ളി, ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ചേലക്കര, ശക്തൻ ഹൈബ്രിഡ് ക്യാമ്പസ് തൃശ്ശൂർ, സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇരിങ്ങാലക്കുട, സെന്റ് വിൻസെന്റ് പല്ലോട്ടി സെൻട്രൽ സ്കൂൾ തൃശ്ശൂർ, വിജയഗിരി പബ്ലിക് സ്കൂൾ ആൻഡ് സൈലം ലേണിംഗ് ഹൈബ്രിഡ് ക്യാമ്പസ് കോലാഴി. ട്രിവാൻഡ്രത്തേക്ക് വരുമ്പം അമൃത കൈരളി വിദ്യാഭവൻ CBS സ്കൂൾ നെടുമങ്ങാട്, മാർ ഗ്രിഗോറിയസ് മെമ്മോറിയൽ സെൻട്രൽ പബ്ലിക് സ്കൂൾ നിയർ ആക്കുളം ബ്രിഡ്ജ്, സരസ്വതി വിദ്യാലയ വട്ടിയൂർക്കാവ്, ശ്രീ ഗോകുലം പബ്ലിക് സ്കൂൾ ആറ്റിങ്ങൽ ആൻഡ് വയനാട് സെന്റ് ജോസഫ് കോൺവെന്റ് സ്കൂൾ കൽപ്പറ്റ. ഇതൊക്കെയാണ് നെക്സ്റ്റ് എക്സാമിന്റെ സെന്റേഴ്സ് ഉണ്ടാവുക. മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക, നോട്ട് ഡൗൺ ചെയ്യുക. രജിസ്ട്രേഷൻ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സ്ക്രീനിൽ കാണുന്ന QR കോഡ് ഇപ്പം തന്നെ സ്കാൻ ചെയ്തുകൊണ്ട് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. അതേപോലെ തന്നെ അന്നേ ദിവസം നിങ്ങൾക്ക് സ്പോട്ട് രജിസ്ട്രേഷനും അവൈലബിൾ ആണ്. ഈ കാണിച്ചിരിക്കുന്ന സെന്റേഴ്സിൽ പോയിട്ട് സ്പോട്ടായിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. സോ മറക്കാതെ എല്ലാവരും എന്ത് ചെയ്യുക, നവംബർ 2-ാം തീയതി പോയി എക്സാം എഴുതുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.